എല്ലാം മുരുകക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നാണ്. ഇതിനുണ്ട് നാഗരാജ, നവഗ്രഹങ്ങൾ, ബ്രഹ്മശാസ്ത്രം, അകത്തെ ഗണപതി, മുരുകൻ. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ള ആകെ നല്ലൊരു അന്തരീക്ഷം. ആർക്കും വരാനില്ല. ഈ ആൾ കുറവാണ്. ഭാഗത്തുള്ള പട്ടർ സൈഡുകളിൽ തമിഴ് പട്ടർ അങ്ങനെയൊക്കെയുള്ള സൈഡാണിത്. അപ്പോൾ ഈ ഭാഗമെല്ലാം അങ്ങനെ ഓരോ സ്ട്രീറ്റായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോറ്റിയുണ്ട്. പോറ്റിയൊക്കെയാണ് ഇതിൻ്റെ നോക്കണം. പോറ്റിയുടെ അപ്പുറത്ത് കാണുന്ന തന്നെ വീടൊക്കെ. അത് നല്ലൊരു ഇതാണ് മുരുകൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കേൾക്കുമ്പോഴാണ് എടുത്തിട്ട് നമ്മുടെ ഇത് ആ ഒരു പാട്ടുണ്ട് മുരുകൻ്റെ. ആ പാട്ടെടുത്ത് വെച്ച് കേൾക്കണമെന്നില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുരുകനെ തേടി വരും. അതാണ് ആ മുരുകക്ഷേത്രത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങളാണ് കണ്ടുപിടിക്കുക, നമ്മളല്ല പറയേണ്ടത്. മുരുകൻ്റെ ചെറിയ പുസ്തകങ്ങളുണ്ട്, അതൊക്കെ എടുത്ത് വായിക്കുക. പിന്നെയാണ് ഒറിജിനലായിട്ട് ബാക്കി നീക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ടത്തെ ഈ സൈഡ് വഴി എന്തായിരുന്നു വഴി, ഫ്രണ്ട് ആറ്റിൻ്റെ കരയിലെ ഒരു വഴിയുണ്ട്. ചെറിയ ഒരു പോറ്റിയിലെ ഒരാളവിടെ ഇരിക്കുന്നത്, അല്ലാതെ ഒരു ആളൊരു വേറെ അങ്ങനെ 2-3 പേരൊക്കെ ഇവിടെ കാണും. ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള. കരമന ഭാഗമാണ്, സ്കൂളാണ് അപ്പുറത്ത്, കരമന സ്കൂൾ ഏരിയ. ഇപ്പുറത്ത് അതിൻ്റെ ഇത് അല്ലേ. ഇവിടെ നമുക്ക് കാണിക്കയുടെ ഇതും വെച്ചിട്ടുണ്ട്, ഭസ്മം. നമ്മൾ മുരുകക്ഷേത്രത്തിൻ്റെ ആ സൈഡിൽ നിന്ന് ഇവിടെ ഒരു സ്ട്രീറ്റ് പൈപ്പ് ഉണ്ട്. ബയോ പാർക്ക് വേണം ആൾക്കാർക്ക്, ഗവൺമെൻറ് പൈപ്പ് തന്നെ. ഇവിടെ വേണം അതിന് വെള്ളമൊക്കെ എടുക്കാൻ കേട്ടോ. പറഞ്ഞിട്ട് അത് കാറ്റിലൊക്കെ ഇറങ്ങി ചിലപ്പോൾ കഴിവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളമാണ്. ഇതാണ് നമ്മുടെ കരമന ബയോ പാർക്ക് ഏരിയ. അങ്ങോട്ട് സ്ട്രീറ്റാണ്. അങ്ങോട്ട് വന്നാൽ മതി. രാവിലെ ഇവിടെയൊക്കെ വന്നിരിക്കും. ഇതാണ് മുരുകക്ഷേത്രം. ക്ഷേത്രത്തിനെ പറ്റി പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഓരോ പ്രായം ആൾക്കാരുടെ വഴി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാർഡ് കൗൺസിലറിൻ്റെ ഓഫീസ്. ചെറിയൊരു ബിൽഡിങ്ങാണ്, അത്രയേ ഉള്ളൂ. പിന്നെ അങ്കണവാടി ഉണ്ട് അതിൻ്റെ താഴെ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടെല്ലാം സ്ട്രീറ്റ് ഏരിയ. ഇതിൻ്റെ മേലെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു കൃഷ്ണക്ഷേത്രം വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നിന്ന് പോയിട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ പിന്നെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെയാണ്. ആ വലത്തോട്ട് ആ ഭാഗത്ത് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അരശിമൂട് ഒരു മാടൻ തമ്പുരാനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ ബാക്കിലൊരു ക്ഷേത്രമുണ്ട്, ദേവീ ക്ഷേത്രമുണ്ട്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ജംഗ്ഷനുണ്ട്, ശ്രീ ലക്ഷ്മി ദേവിയുടെ. കഴിഞ്ഞ മാസമായിരുന്നു അതിൻ്റെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു അടുത്ത ഉത്സവം. കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു അവിടെയാണ് ആദ്യ ഉത്സവം. ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്യണത്. അടുത്തതിനിപ്പോൾ നെടുങ്കാട് ഒരു മണിയ സാറെന്ന് പറയും, വിശ്വഭാരതി കൊണ്ട് നടത്തുന്ന സാറിൻ്റെ അവിടുത്തെ ഉത്സവം 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഉത്സവങ്ങളുടെ സമയമാണ്. നമ്മളെ കഴിഞ്ഞ മാസം വരെ ഇവിടെ ബയോ പാർക്കിൽ നിന്നാണ് തൈക്കാട് എല്ലാ മാടക്ഷേത്രമുണ്ട്, ഉജ്ജയിനി ദേവി ക്ഷേത്രങ്ങളിലോട്ട് ഇവിടെ നിന്നാണ് പോകുന്നത്. അത് ഈ കരമന ഈ ക്ഷേത്രത്തിൻ്റെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലുള്ള അവിടെ നിന്ന് അവരിതൊക്കെ വെച്ച് കുടമൊക്കെ വെച്ച് നേരെ അങ്ങ് പോകും. അപ്പോൾ കഴിഞ്ഞ മാസത്തോടെ ഇവിടെ എല്ലാ ഉത്സവം അവസാനിച്ചു. അപ്പോൾ ഇപ്പോൾ ആദ്യം ഈ ഭാഗത്ത് ലക്ഷ്മി അമ്മ ദേവി ജൂൺ മാസത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടന്നത്. അത് കഴിഞ്ഞപ്പോൾ നെടുങ്കാട് ജൂലൈ 4-ന് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ജൂലൈ മാസം 4-ന് അവിടെ സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം ഉണ്ട്. അത് നമ്മുടെ രാജകുടുംബത്തിലെ അവരൊക്കെ ചിലപ്പം അറിയിച്ച് വരുന്നതാണ്. അവിടെ ചെറിയൊരു ക്ഷേത്രമാണ്, മണിയൻ സാറെന്ന് പറയും, ആ പുള്ളിയുടെയാണ് ആ ഒരു ക്ഷേത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഭാഗത്തുനിന്ന്. അത് കഴിഞ്ഞ് ഓരോരുത്തർ ക്ഷേത്രങ്ങൾ ഉത്സവം തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ജൂൺ മാസത്തിലാണ് ആദ്യ ക്ഷേത്രം, അവിടുത്തെ ലക്ഷ്മി എന്ന ക്ഷേത്രത്തിലാണ്. അത് കളിയെല്ലാം അങ്ങോട്ട് പോകണം. അത് ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ ഉത്സവം. അപ്പോൾ കഴിഞ്ഞ മാസത്തോടെ ഇവിടെ ഉള്ള എല്ലാ ഉത്സവങ്ങളും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മുരുകക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തുള്ള നമ്മുടെ വീഡിയോ.